ഞാനോ നീ വിളിച്ചത്? നീ അഭിമുഖം കണ്ടുവല്ലേ? ശ്രേയ അല്പം കൊഞ്ചലോടെ ചോദിച്ചു. ഞാൻ നിന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അല്ല ഇത്, കാർത്തിക് അല്പം ഗൗരവത്തിൽ പറഞ്ഞു. ഓൾറെഡി നമ്മുടെ വിവാഹം വീട്ടുകാർ തീരുമാനിച്ചതാണ്. ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. അപ്പം ഞാനത് പറഞ്ഞു എന്ന് വെച്ചാൽ എന്താ? ശ്രേയ ചോദിച്ചു. ഷട്ടപ്പ്, കാർത്തിക് ഫോണിൽ കൂടി അലറി. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്, നമ്മൾ തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല എന്ന്. എൻ്റെ വിവാഹം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കാണ്. മേലാൽ എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ നീ ഇടപെടരുത്. അതും പറഞ്ഞ ദേഷ്യത്തിൽ കാർത്തിക് ഫോൺ വെച്ചു. സഞ്ജുവും ജെയിംസും സോഷ്യൽ മീഡിയയിൽ വന്ന വാർത്തയെപ്പറ്റി സംസാരിക്കുകയായിരുന്നു. ഏട്ടൻ വാർത്ത കണ്ടിട്ട് എന്താ പറഞ്ഞത്? ജെയിംസിനോട് സഞ്ജു ചോദിച്ചു. സാർ ദേഷ്യത്തിലാണ്. ഇന്ന് ശ്രേയ മാഡത്തിൻ്റെ കാര്യത്തിന് ഒരു തീരുമാനമാകും. അതും പറഞ്ഞ് ജെയിംസും സഞ്ജുവും ചിരിച്ചു. അപ്പോഴാണ് ജെയിംസിൻ്റെ ഫോണിൽ റിങ് ചെയ്യാൻ തുടങ്ങിയത്. ജെയിംസ് വേഗം ഫോൺ എടുത്തു. നമ്പർ നോക്കി. അത് ബ്രോക്കർ വാസുവിൻ്റെ ആയിരുന്നു. വേഗം ജെയിംസ് അവിടെ നിന്ന് എഴുന്നേറ്റു. സഞ്ജുവിനോട് ഞാനൊന്ന് ഫോൺ ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോയി. സാർ, താങ്കൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ആ ഡാനിയൽ സമ്മതിച്ചു. കൊട്ടാരം കൈമാറാനുള്ള എല്ലാ പേപ്പറുകളും റെഡിയാക്കിക്കോളാൻ അയാൾ പറഞ്ഞു. റെഡിയായാൽ അടുത്ത ഫ്ലൈറ്റിന് അദ്ദേഹം വരും എന്നും പറഞ്ഞു. ഓക്കെ വാസു, ഞാൻ പേപ്പറെല്ലാം ഉടൻ തന്നെ റെഡിയാക്കാം. വലിയ താമസമാകാത്തതിന് നമുക്ക് ആധാരം നടത്താം. ജെയിംസ് പറയുന്നത് കേട്ട് വാസു ശരിയെന്നും പറഞ്ഞ് ഫോൺ വെച്ചു.